യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നാം കർത്താവിന്റെ വരവിനെ കുറിച്ചും അനന്തര സംഭവങ്ങളെ കുറിച്ചും പല കാര്യങ്ങൾ ദൈവവചന വെളിച്ചത്തിൽ ചിന്തിച്ചുവല്ലോ. തുടർന്ന് ഇന്നു മുതൽ ദൈവാസ്തിത്വത്തെ കുറിച്ച് ചിന്തിക്കുവാനാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ തിരുവചനം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത് ഒരു വ്യക്തിക്ക് ശരീരവും പ്രാണനും ആത്മാവും ഉള്ളതുപോലെ ദൈവത്തിന് ശരീരവും ആകൃതിയും രൂപവും സാദൃശ്യവും ശരീരാവയവങ്ങളും വ്യക്തിപരമായ പ്രാണനും ആത്മാവും ഉണ്ടെന്നാണ്. ആ ശമരിയ സ്ത്രീയോട് കർത്താവ് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 4:24 ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്ന് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവം ഒരാത്മ വ്യക്തിത്വമാണ്. സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ അല്ല. അതേപോലെ മരത്തിന്റെയോ കല്ലിന്റെയോ ലോകത്തിന്റെയോ ഒരു വിഗ്രഹമോ അല്ല. മനുഷ്യനോ അതേപോലെ അവൻ കൊത്തിവെച്ചിട്ടുള്ള മറ്റു യാതൊന്നും അല്ല. വായുവോ കാറ്റോ അല്ല. അവിടുത്തെ ശരീരം ആത്മീയ അസ്തിത്വം ഉള്ളതാണ് എന്ന് വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുന്നു. യോഹന്നാന്റെ സുവിശേഷം 5:37 കർത്താവ് പ്രകാരം പറഞ്ഞു, എന്നെ അയച്ച പിതാവ് താനും എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ അവന്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല, അവന്റെ രൂപം കണ്ടിട്ടില്ല, അവന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതും ഇല്ല എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അതിന് കാരണം അവരുടെ അവിശ്വാസം നിമിത്തമാണ്. ഇന്ന് ഇവിടെയുള്ള യഹൂദന്മാരായ നിങ്ങൾ ഇസ്രായേൽ സീനായിൽ വെച്ച് കേട്ടതുപോലെ ഒരിക്കലും എന്റെ ശബ്ദം കേട്ടിട്ടില്ല. മറ്റു യുഗങ്ങളിലെ മനുഷ്യർ ശാരീരിക രൂപം കണ്ടതുപോലെ എന്റെ ശാരീരിക രൂപം കണ്ടിട്ടില്ല എന്നാണ് കർത്താവ് അവിടെ പറഞ്ഞതിന്റെ അർത്ഥം. ദൈവത്തിന് എബ്രായ പദത്തില് ഏലോഹീം എന്നും ഗ്രീക്കിൽ തെയോസ് എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ അസ്തിത്വം തിരുവെഴുത്തുകളിലെ ഏറ്റവും വലിയ പ്രമേയവും ദൈവിക വെളിപ്പാടുമാണ്. ദൈവാസ്തിത്വം അംഗീകരിക്കുന്നത് വിശ്വാസത്താലാണ്. ശാസ്ത്രീയ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ അത് തെളിയിക്കുന്നതല്ല. ദൈവാസ്തിക്യത്തെ അവതരിപ്പിക്കുക അല്ലാതെ അതിന് തെളിവുകൾ ഒന്നും തിരുവെഴുത്തുകൾ നൽകുന്നില്ല. ദൈവം ഉണ്ടെന്ന് തെളിയിക്കുവാനല്ല, മറിച്ച് ദൈവത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നതിനാണ് തിരുവെഴുത്തുകൾ എഴുതപ്പെട്ടിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ്. ഉൽപ്പത്തിയിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ. അതേപോലെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അഥവാ മനുഷ്യൻ അവന്റെ ചെറിയ ബുദ്ധി കൊണ്ട് ദൈവത്തെ അളക്കുവാൻ നോക്കിയാൽ സാധ്യമല്ല. ഒരു പുൽക്കുടി പോലും ഇല്ലായ്മയിൽ നിന്ന് എങ്ങനെയാണ് ഉളവായത് എന്ന് പറയുവാൻ കഴിയാത്ത ശാസ്ത്രലോകത്തിന് കുരങ്ങ് പരിണമിച്ചാണ് മനുഷ്യൻ ഉണ്ടായത് എന്ന് വിശ്വസിക്കുന്ന പലർക്കും അതെ ദൈവത്തെ എങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും? അഥവാ അവരൊക്കെയും യഥാർത്ഥമായിട്ട് ദൈവത്തിങ്കൽ നിന്ന് ഓടി ഒളിക്കുവാനായിട്ട് നോക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഒരു വലിയ ഭീമാകാരമായ കെട്ടിടത്തിന്റെ ഒരു പില്ലർ ഇടുമ്പോൾ തന്നെ അത് എത്രയോ വർഷങ്ങൾ നിലനിൽക്കേണ്ടതിന് വേണ്ടി ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ആ വ്യക്തി ജീവിതം ഒരു ശ്വാസം മാത്രമാണ്, പെട്ടെന്ന് മാഞ്ഞ് പോകുകയും ചെയ്യും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതേ യുഗങ്ങൾക്കും അതീതമായി കാലങ്ങൾക്കും അധീനനായ ദൈവത്തെ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് അളക്കുവാനായിട്ട് സാധ്യമല്ല. എന്നാൽ ദൈവത്തിന്റെ വചനം അത് നമുക്ക് വളരെ വ്യക്തമായി വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അത് വിശ്വാസത്തിലൂടെ ദൈവമക്കള് അത് ഏറ്റെടുക്കുന്നു, അവരനുഭവിക്കുന്നു. രോഗസൗഖ്യത്തിലൂടെ, പാപമോചനത്തിലൂടെ, അവരത് നിത്യരക്ഷയിലൂടെ ഒക്കെ അത് അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഈ ദിവസങ്ങളിൽ ദൈവവചന വെളിച്ചത്തിൽ നമുക്കത് തുടർന്നും ചിന്തിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
അല്ലൽ തീർന്നു നിൻ സവിധേ വരാതില്ല പാരിൽ വിശ്രമവും. അല്ലൽ തീർന്നു നിൻ സവിധേ വരാതില്ല പാരിൽ വിശ്രമവും. സ്വർഗനാട്ടിലും പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. കാഹളം വാനിൽ കേൾക്കൂ